പാപം ചെയ്താലും അല്ലാഹു തൗബ ചെയ്താലും പുറത്തു കൊടുക്കും. പക്ഷേ ഇല്ലൽ മുജാഹിരീൻ, സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മണിയറ രഹസ്യം ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞ, ഭാര്യയും ഭർത്താവും അറിയേണ്ട മണിയറ രഹസ്യം മൂന്നാമതൊരാളോടെങ്ങാനും പറഞ്ഞു പോയാ ആ പാപമല്ല പോലും പൊറുക്കില്ലെന്ന് റസൂലുള്ള പറയുമ്പോ, ഭാര്യയും ഭർത്താവും കിടക്കുന്ന മണിയറയിലേക്ക് അവരറിയാതെ ചാനലിന്റെ ക്യാമറാമാന്റെ ക്യാമറ വരുമ്പോ സ്വന്തം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള മണിയറ രഹസ്യം ആലോകരോട് വിളിച്ചു പറഞ്ഞിട്ട്, എന്തിനാ മോളെ 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് എന്തിനാ, 1 കോടിയുടെ സ്വർണം എന്തിനാ, അള്ളാഹു നൽകുന്ന പേര് പോലെ ലോകത്തിന്റെ മുമ്പിൽ പേരെന്തിനാ, പൊന്നുമോളെ പൊന്നുമോളെ അള്ളാഹുവിന്റെ ഏഴാകാശത്തിൽ നിന്റെ പേര് മുടങ്ങിയാ പോരെ. ഇത് ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ അപകടമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ചാനലുകളിൽ തട്ടമിട്ട പെണ്ണ കൂടുതൽ, പർദ്ദയും തട്ടമിട്ട പെണ്ണ കൂടുതൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുമോളും അമ്മായിയമ്മയും ചാനലിന്റെ മുമ്പിലായി, പെണ്ണിന്റെ പ്രസവം പോലും ലൈവായി, എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ട കാലം. അതിന് ഓശാന പാടാൻ ഇവിടുത്തെ നേതാക്കളുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വിഭാഗം പെണ്ണുങ്ങൾ ചാനലിന്റെ മുമ്പിൽ, ഒരു വിഭാഗം പെണ്ണുങ്ങളെ നാട്ടിൽ നമ്മൾ കൂത്താടിച്ചു, എന്തൊക്കെയോ പേര് പറഞ്ഞു. ഇത് ഈ സമുദായത്തിനാപത്താണ്, ഇത് ഈ സമുദായത്തിനാപത്താണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഭാഗം ഭാര്യയും ഭർത്താവും ഒരു ചാനലില്, മരുമകളും അമ്മായിയമ്മയും മറ്റൊരു ചാനലില്. എന്നിട്ട് അമ്മായിയമ്മ പറയുന്നത് എന്താ, എന്റെ മരുമകളോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരൊറ്റ കാര്യത്തിലല്ലാതെ. എന്തിനാന്ന് ചോദിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും വെളിയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോ ഞാനൊരു ചുരിദാർ എടുത്തവളുടെ കയ്യിൽ കൊടുക്കും. മരുമോള് പറയും, ഉമ്മ കൈക്ക് നീളമില്ല, വേണ്ട. ഞാൻ പറയും, നീ നിസ്കരിക്കാൻ പോവുകയല്ലോ, ഷോപ്പിങ്ങിനല്ലേ, കൈയില്ലാത്തത് എന്തിനാന്ന് ചോദിക്കും. ഇതിലല്ലാതെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. സഹോദരങ്ങൾ, ഒന്നെങ്കിൽ ഈ പെണ്ണിന് ഉളുപ്പ് വേണം, അല്ലെങ്കിൽ ലജ്ജ വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ സഹോദരങ്ങളെ നാളെ പോയി കിടക്കേണ്ട അവസ്ഥ എന്താ? ഒരു വിഭാഗം പെണ്ണുങ്ങള് ചാനലിന്റെ മുമ്പില് നമ്മുടെ പെൺമക്കൾ മുഴുവനും മഞ്ഞന്റെ കൈ പിടിച്ചു പോവുകയാ.